എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് റവ ഇട്ട് കൊടുത്തു. അതേ അളവിൽ തന്നെ മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടുകളെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് ഇത് ബാറ്ററാക്കി എടുക്കാം. ഇതിനു വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒരുപാട് തിക്കായിട്ടല്ല ഉണ്ടാക്കുന്നത്, കുറച്ച് ലൂസായിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഈ ബാറ്റർ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ബാറ്റർ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഉണ്ടാക്കുന്ന സമയത്ത് തിക്കാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇതിനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇത് കുറേശ്ശെയായിട്ട് കോരി ഒഴിക്കാം. ഇതുപോലെ ഒന്ന് മുകളിലോട്ട് എണ്ണയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇതുപോലെയുള്ള സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വളരെ കുറച്ച് എണ്ണ മാത്രമേ ആവശ്യമുള്ളൂ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പായിട്ട് ഇത് കിട്ടും. കൂടുതൽ എണ്ണ ഒഴിക്കുകയാണെങ്കിൽ അത്രയ്ക്കങ്ങ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടുകയില്ല. നമുക്ക് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മനസ്സിലാകും ഇത് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണെങ്കിൽ ഈ ഒരു രീതിയിൽ വരും. അകം പൊള്ളയായിട്ട് പുറം ഇതുപോലെ പൊങ്ങി വരും. ബാറ്റർ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വരില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചതൊന്ന് ലൂസാക്കി കൊടുക്കണം. വൈകുന്നേരം വെറുതെ ഇരിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.